ഹായ്, ഡബിൾ ഹോഴ്സ് തനിനാടന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പണികളാനുള്ള പരിപാടിയല്ലേ? ഇത്രയും നേരം ബേസിലിനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ വരാണ്ടായപ്പോ പതുക്കെ തുടങ്ങാന്ന് വിചാരിച്ചു. ഗംഭീരം. റോമിയോടെ പോയി. അപ്പൊ വെറുതെ അല്ല ഭാര്യ എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. ഇതെന്നെ സംഭവം? ബേസിലിന് വേണ്ടിട്ട് സ്പെഷ്യൽ താറാവറി ഉണ്ടാക്കിയാലോ? നിത വെക്കല്ലേ, എന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ഞാൻ സഹായിക്കണം. വേണ്ട, അങ്ങനെ പറയുള്ളൂ. ഓക്കെ, അപ്പൊ നിത വെക്കി, ഞാൻ വെച്ച് കഴിയുമ്പോ ഞാൻ കറക്റ്റ് വരാം. ഓക്കെ, കഴിക്കുന്ന സമയത്ത് വന്നോട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ ബൈ. നമുക്ക് ആദ്യം താറാവ് കറി ഉണ്ടാക്കാം. എണ്ണ ഒഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്നാ? ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. മിക്സ് ചെയ്ത് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ചതച്ചു വെച്ചതാ. ഒരു 3-4 പച്ചമുളക്. കാന്താരി മുളകാണോ നീളത്തിലുള്ള മുളക്? അല്ല, നീളത്തിലുള്ള മുളകാണ്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് യൂസ് ചെയ്യാം, അത് കുറച്ചുകൂടി നല്ലതാ. കാന്താരിമാർക്ക് വേണമെങ്കിൽ ഏത് മുളക് യൂസ് ചെയ്യാം. അപ്പൊ അത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് വഴണ്ട് വന്നു കഴിയുമ്പോ ഒരു നല്ല സ്മെല്ല് വരും അല്ലേ? ഈ സ്മെല്ലടിച്ചുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് സ്മെല്ലടിച്ചാലേ ടേസ്റ്റ് മനസ്സിലായത് അറിയാം. ഇനി നമുക്ക് സവോള ചേർക്കണം. സവോള നമുക്ക് ചേർക്കുമ്പോ ഞാനിതിൽ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടാൻ. ഒരു 3-4 സവോള. സവോള ഇട്ടു. അപ്പൊ നമ്മൾ ആദ്യമേ വെണ്ണ ഒഴിക്കുന്നു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇല്ല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് മിക്സ് ചെയ്ത സംഭവം പാകമായി ആ സ്മെല്ല് വന്നു കഴിയുമ്പോ സവാള ഇട്ടു. ഇനി സവോള പെട്ടെന്ന് റെഡിയായി വരാനായിട്ട് ഒരു സൂത്രപ്പണിയുണ്ട്. നമ്മള് ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് റെഡിയാവാൻ ഉപ്പിടുക. പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ ഉപ്പ് പാകത്തിന് ഉപ്പിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഒരു കാര്യം സമ്മതിക്കാനുള്ള വയ്യട്ടോ, ഏത് പെണ്ണുങ്ങൾ എന്ന് പറയാനല്ല, സ്ത്രീജനങ്ങൾക്കും പാകത്തിന് ഉപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. അതേസമയം ഞങ്ങള് ആണുങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പാകത്തിന് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകും. ആ ഗ്രാം കണക്കിന് കിട്ടണം. ഈ നമ്മുടെ നാടൻ കറികളിലൊക്കെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതാണ് അതിന്റെ ഒരു ഫ്ലേവർ. ഇതാ നാളെ മുതൽ നമ്മുടെ നാട്ടുകാർ മുഴുവനും ഇനി താറാവ് കറി ആയിരിക്കും. അതിന്റെ എല്ലാ ക്രെഡിറ്റും നിനക്ക് കിട്ടും. താങ്ക് യു. താറാവ് സ്പെഷ്യൽ. റോമി ഉണ്ടാക്കുന്ന കഴിക്കും. അപ്പൊ ഇന്ന് ഞാനും റോമിങ്ങനെ എന്നൊരു ചാപ്പാട് മത്സരം നടത്താൻ പോവാ. ഒരു മത്സരം തന്നെ വെക്കാം അല്ലേ? റോമി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇനി വഴറ്റാറായി. സവോള നമ്മുടെ പാകമായിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടികളൊക്കെ ഇടാം. ഇതില് താറാവ് കറിയില് നമ്മള് ചുമന്ന മുളക് ഇടില്ല, പച്ചമുളകാണ് ഇടുന്നത്. റീസൺ ഒന്നുമില്ല. നമ്മള് താറാവ് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള താറാവ് കറി നമ്മൾ ഉണ്ടാക്കണേ. അപ്പൊ ഇതിന്റെ സ്പെഷ്യല് പച്ചമുളകും കുരുമുളക് പൊടിയാണ്. അങ്കമാലി സ്പെഷ്യൽ ആകുന്നു. പച്ചമുളക് പൊടി ചേർക്കില്ല. എന്തെങ്കിലും ആട്ടെ, എന്തായാലും വേണ്ടല്ല. ഇതിന്റെ ആകാംക്ഷ കൂടുന്നു. മല്ലിപ്പൊടി ഇടാം. ഒരു 3 ടേബിൾ സ്പൂൺ, 3-3.5 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി, നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഇനി ഗരം മസാല പൊടി. നല്ല വേറൊരു സ്മെല്ലല്ലേ, നല്ലൊരു വാസന. അപ്പൊ ഇനി അടുത്ത സംഭവം നമ്മള് പൊടിയൊക്കെ ഇട്ട് റെഡിയായി, സെറ്റായി. അടുത്ത മെയിൻ സാധനം ഇടാൻ പോകണം. ഇനി നമ്മുടെ താറാവ്. ആയിക്കോട്ടെ. നന്നായിട്ട് ഇളക്കി എല്ലാ കഷ്ണത്തിലും ആ മസാല നമ്മുടെ കൂട്ടൊക്കെ ഒന്ന് അങ്ങോട്ട് പിടിച്ച്. നമ്മുടെ താറാവ് ആ മസാല കൂട്ട് പിടിക്കാൻ വേണ്ടി അവിടെ കിടന്ന് മുങ്ങി പിടിച്ചോണ്ടിരിക്കുക. ഇത് ഒരു കുറച്ച് നേരം ഒന്ന് വേണം. ഒന്ന് ചൂട് കയറി
അതിൽ നിന്ന് ഈ താറാവിന് കുറച്ച് വെള്ളം ചാടും. അപ്പൊ അതുവരെ നമുക്കിതൊന്ന് പതുക്കെ മൂടി വെക്കാം. ഇത് നമ്മൾ അടച്ചു വെച്ച് കുറച്ചു നേരം, ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് വെള്ളം ഇറങ്ങണം താറാവിന്ന്. അതുവരെ ഒന്ന് സിമ്മിലിട്ട് വെള്ളം ഇറങ്ങിയോ നോക്കാം. പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ എന്ന് പറഞ്ഞില്ലേ, കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. കുരുമുളക് പൊടിയുടെയും പച്ചമുളകിന്റെയും കൂടി ടേസ്റ്റ് ആണ് ഇതില് ഒരു സ്പെഷ്യൽ ഇഫക്ട് തരണത്. അപ്പൊ ഇതിപ്പോ 1 കിലോ താറാവിലേ ഉള്ളൂ. 1 കിലോ. റോമിയുടെ കാര്യം ഇത് ബേസിന് മാത്രം തയ്യുള്ളായിരിക്കും. ഒരു തള വന്ന് വെള്ളം ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോ ഇതിപ്പോ ഈ ഇറച്ചിയുടെ ഉള്ളിൽ തന്നെ ഇരുന്ന വെള്ളം അല്ലേ? ഇത് ഇറച്ചിയിലുള്ള വെള്ളം പുറത്തേക്ക് വന്നതാണ്, വെള്ളം ചാടിയത്. ഇനി നമുക്ക് ഇതില് പാലൊഴിക്കണം. ഇനി ആ പാലിലാണ് തേങ്ങാപ്പാലോ പശുപാലോ? തേങ്ങാപ്പാല്. അപ്പൊ 1 കിലോ താറാവിറച്ചിക്ക് എത്ര തേങ്ങയുടെ പാല്? ഞാനൊരു 1 തേങ്ങയുടെ പാൽ എടുത്തിട്ടുള്ളൂ. 1 കിലോ താറാവിന് 1 തേങ്ങ. നമുക്കിത് മൂടി വെച്ച് തിളയ്ക്കാൻ വെക്കാം. താറാവ് പകുതി വേവായി കഴിഞ്ഞു കഴിയുമ്പോ നമ്മൾ ഒരു സാധനം കൂടി ചേർക്കും, ഉരുളക്കിഴങ്ങ്. താറാവ് ഓടിപ്പോയിരിക്കും പകുതി. കാരണം ഉരുളക്കിഴങ്ങിന് വേവ് കുറവാ, താറാവിന് വേവ് കൂടുതലാണ്. നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ, വയറിന് നല്ലതാണ്, ഗ്യാസ്. ഉരുളക്കിഴങ്ങ് ശരിക്കും ഇതില് കറിയിലിടുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് നമുക്ക് കറിക്ക് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിന്. വേറൊരു കാര്യം കൂടി ഉണ്ട്, ചില കറികളിൽ ഇപ്പൊ ഉപ്പ് അറിയാണ്ട് കൂടിപ്പോവും. ഉപ്പ് കൂടിപ്പോവാണെങ്കിൽ ആ ഉപ്പ് വലിച്ചെടുക്കാൻ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ വളരെ നല്ലതാണ്. അപ്പൊ സവാള പെട്ടെന്ന് വഴറ്റാൻ ഉപ്പിടാം, ഉപ്പ് കൂടിയാൽ ഉരുളക്കിഴങ്ങ് ഇടാം. ഇത് പറ. ഇനിയിപ്പോ എന്നെ താമസം, ഇനിയിപ്പോ അപ്പം ചൂടാം. അപ്പം ചൂടാം. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്താ താറാവ് കറി. താറാവ് അല്ലേ? അതെ, നമ്മുടെ താറാവ് കറി ഏകദേശം അവസാന സ്റ്റേജിലായി. എന്റെ ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുണ്ട്. അതെ, ഇനി നമുക്ക് ചെറിയ കുറച്ച് പണികളും കൂടി ഉണ്ട്. ഏകദേശം പാകമായിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ചൊറുക്ക ചേർക്കാം, ഒരു ചെറിയ പുളിക്ക്. ചുരുക്കാന്ന് പറഞ്ഞാ വിനാഗിരി. ആളൊരു മുഷ്കനാന്നല്ലോ. നമ്മള് നേരത്തെ 2ാം പാലില് വേവിച്ചു, 1ാം പാല് ഒഴിച്ച്. അതെ, നമുക്ക് ഫിനിഷ് ചെയ്യാം. ആയിക്കോട്ടെ. നമ്മുടെ താറാവ് കറി റെഡിയായി. ഉരുളക്കിഴങ്ങല്ല, താറാവിടാ. ബേസിൽ നല്ല ടേസ്റ്റ് ആണ്. ആദ്യം എനിക്ക് ടേസ്റ്റ് കറക്റ്റ് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചക്കി ഞങ്ങറിന് ഒത്തു. ചക്കിക്കൊത്തൊരു ചങ്കരൻ, ചക്കൊത്തൊരു പിച്ചാത്തി, അങ്ങനെ തന്നെ വിട്ടാ പറ്റില്ല. നമുക്ക് 2 കിലോ തിന്നടാ. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ എടുത്തോ. പ്രോമി എന്നും നിന്നോണ്ട് അവനിത് വലിയ മീറ്റില്ല, പക്ഷെ ഞാനിത് ആദ്യമായിട്ട് എന്നോണ്ട് കിടിലൻ സാധന. നാടൻ താറാവ, ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ. താങ്ക് യു. പെട്ടെന്ന് കട്ട് ചെയ്താ എനിക്കിത് മുഴുവൻ തിന്നായിരുന്നു. നല്ല ഗംഭീര സംഭവമാണ് കഴിച്ചത്. അതിന്റെ ആ ചൂടൊക്കെ ഇങ്ങനെ അനുഭവിച്ചിരിക്കുകയാണ്. എടാ, അപ്പൊ നിങ്ങള് ഈ വെറുതെ അല്ല ഭാര്യയുടെ ആ എനർജി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ലൈഫ്? ഇപ്പൊക്കെ നന്നായിട്ട് പോണു. ഞങ്ങൾ അതിന് ശേഷം 2 ആഡൊക്കെ ചെയ്തായിരുന്നു. സിനിമ വല്ലോ? സിനിമയുടെ കാര്യമുണ്ടല്ലോ, ഫീലിങ്സ് ഉണ്ട്. സിനിമയിലൊക്കെ അല്ല, നിതാൻ എല്ലാവരും വിളിക്കണ്ടേ, എന്നെ ആരും വിളിക്കണില്ല. നീ ക്ലീൻ ചെയ്താ മതി. അല്ല, ശരിക്കും പറഞ്ഞാ പ്രോമിക്ക് ഓഫർ ഉണ്ടായിരുന്നു, പക്ഷെ പ്രോമിക്ക് പറഞ്ഞാൽ കുറച്ച് ബിസിനസ് തിരക്ക് കാരണം ഇതുവരെ പോകാൻ പറ്റിയില്ല. 4 സിനിമ പിടിച്ചാൽ കിട്ടണ ലാഭം 1 മാസം ഉണ്ടാക്കണ പാർട്ടിയാണ്. നല്ല ഓഫേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യും. നിതയെയും പ്രോമിയെയും ഉടനെ സിനിമയിൽ പ്രതീക്ഷിക്കാം.
ചിലപ്പോ പ്രോബ്ലം ഏകമാനായിട്ടായിരിക്കും, എന്നാലും അപ്പൊ ശരിയാ. അപ്പൊ നമുക്ക് അടുത്ത കടക്കിലേക്ക് കിടക്കാം. ഇനി എന്നാ സംഭവം? പോർക്ക് ഒലർത്തിയിലേക്ക് കിടക്കാം അല്ലേ? അങ്കമാലിയിലെ മാസ്റ്റർ പീസാണ് അവരുടെ നാടൻ പോർക്ക് ഒലർത്തി. 1 കിലോ പോർക്കിറച്ചി, അതിലേക്ക് കുറച്ച് ഉപ്പിടുക. നമ്മുടെ ഈ പോർക്കിന്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ നല്ല വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ വെച്ചാൽ ഇത് ഒരു അരമണിക്കൂർ ഈ ഉപ്പും നാരങ്ങ പിഴിഞ്ഞതും കൂടി തിരുമ്മി ഒരു അരമണിക്കൂർ വെക്കണം. നമ്മളിൽ പലരും പോർക്ക് കഴിക്കില്ല, ബട്ട് ഇത് അങ്കമാലിക്കാരുടെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇവിടുത്തെ എല്ലാ ഫംഗ്ഷനും ഉണ്ടാവുന്നുള്ളൂ അല്ലേ? ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ്. അതുകൊണ്ടാണ് ഇതൊന്ന് പരീക്ഷിക്കാന്ന് വെച്ചത്. ഒരു അരമണിക്കൂർ വെച്ച് നമ്മുടെ പോർക്കിറച്ചി ഒരു റെഡി ആയിട്ടുണ്ട്. സെറ്റ് ഒന്ന് വലിഞ്ഞ് ഒക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ചേരുവകൾ ചേർക്കണം. വേവിനേക്കാളും മുമ്പ് ഇഞ്ചി, പച്ചമുളക്, 2 പച്ചമുളക്, നല്ല എരിവുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി പാകത്തിന്, ഗരം മസാലയുടെ പൊടി. നല്ലൊരു വാസന കേട്ടോ. ഈ ഗരം മസാല ഗരം മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുവപ്പട്ട എല്ലാം പൊടിച്ചത് ഗരം മസാല എല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്യണം. ഒരു സാധനം കൂടി ചേർക്കണം ഇതിനകത്ത്, സവോളയും കൂടി ചേർക്കണത് അതിന് കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. തിരുമ്മി പിടിപ്പിക്കണമെന്നാ പറയുന്നത്. ഇനി ഇത് നേരെ കുക്കറിലേക്ക് ഇട്ട് ഓക്കെ വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഒരു ലേശം വെള്ളം വേവാൻ. ഞാൻ പറഞ്ഞല്ലേ? അതെ അതെ. ഒരു 4 വിസില്. ഇതിന്റെ 4 വിസില് കേൾക്കാൻ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അതെ, പോർക്ക് വേവിക്കുമ്പോഴേ കുറച്ച് നെയ്യ് ബാക്കി ഉണ്ടാവും. അപ്പൊ ഞാൻ ഉപയോഗിക്കണോ അതെ കളയണോ? ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വാരക്കണ്ണനക്ക് പൂവരച്ച് പൂത്ത കണക്കാലെ